ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു 24 ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് കാലത്തിനം എണീറ്റ് അടുക്കളയിൽ ഇങ്ങനെ വന്ന് ചാരി നിൽക്കാണ്ട. അപ്പോൾ അടുക്കളയിൽ തകൃതിയായിട്ടുള്ള പാചകവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളും പിന്നെ ലഞ്ചിനുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കിച്ചണിൽ റെഡി ആയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നല്ല ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ അതേ നെയ്ച്ചോറാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ്. അപ്പോൾ അതേ ചായ കുടിക്കാനായിട്ട് സോബി ഇതേ ചായ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാലത്ത് സോബിന് ഭയങ്കര ഇഷ്ടമാണ് ചായയുടെ സ്പെഷ്യലിസ്റ്റാണ് സോബി. അപ്പോൾ സോബി എപ്പോഴും ചായക്ക് നമുക്ക് ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ കേട്ടോ ചായക്കൊക്കെ. ഗൈസ്, അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഷാഹി മോനാണ് ചായ കൊണ്ടുവന്നത്. ഗൈസ്, അപ്പോൾ ചായക്ക് നല്ല ചൂടുണ്ടായിരുന്നു. ഞാൻ കയ്യിൽ മേടിച്ചതും കൈ പൊള്ളിപ്പോയി. അപ്പോൾ നമ്മളിനി ഉച്ചക്കലത്തെ ഫുഡ് അടിയിലേക്ക് കിടക്കാം കേട്ടോ. ഉച്ചക്കലത്തെ ഫുഡ് അടി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ്. നെയ്ച്ചോറും പോത്തിറച്ചും കേട്ടോ, നല്ല മൂത്ത പോത്തിൻ്റെ ഇറച്ചി. സൂപ്പർ നെയ്ച്ചോറ് രക്ഷയില്ല, അടിപൊളിയാണ്. സ്മെല്ലൊക്കെ അടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇന്ന് എന്തായാലും തകർക്കാനുള്ള പ്ലാനിലാണ് ഞാനും സൂബിനും കൂടി ഇരിക്കണേ കേട്ടോ. അപ്പോൾ നല്ല പോത്തടിച്ച് നല്ല ചൂടുള്ള നെയ്ച്ചോറിലങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കഴിക്കുമ്പില്ലേ അടിപൊളി. രക്ഷയില്ല, തകർത്തു പൊളിച്ചടക്കിയിട്ടാ ഗൈസ്. നെയ്ച്ചോറിൻ്റെ സൈഡായിട്ട് നമ്മൾ സാലഡും അച്ചാറും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേറെയും. അപ്പോൾ പോത്തിറച്ചി തന്നെയാണ് ഏറ്റവും സെറ്റപ്പ്. പിന്നെ ചിക്കൻ കറി നമ്മൾ റെഡിയാക്കും നെയ്ച്ചോറും ചിക്കൻ കറിയും സൂപ്പറാണ്. അതുപോലെ നമ്മൾ പോത്തിറച്ചി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും അടിപൊളിയാവും. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ കുക്കറിൽ നമ്മളിത് പോപ്കോൺ പൊടിച്ചിടാൻ പോകണം കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് പോപ്കോൺ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുക്കറിൽ ചടപടെ പൊട്ടിയ പോപ്കോണുകൾ ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരും. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും, ഇങ്ങനെ പൊട്ടി തെറിക്കണം. പിന്നെ ഉച്ചകാലത്തെ ഫുഡെല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ സ്നാക്സ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ബിഗ് ബോസ് കാണാനായിട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇന്ന് ജിൻഡോ മച്ചാൻ കപ്പടിക്കണ ദിവസമാണ് ഗെയ്സ്. പിറ്റേ ദിവസം കാലത്ത് തന്നെ എണീറ്റ് വന്ന ഒരു കോലോണി കാണാം കേട്ടോ. കാലത്ത് തന്നെ എണീറ്റ് കാപ്പി കുടിക്കുന്ന ഇതാണ്. അപ്പോൾ ഇന്നലെ ജിൻഡോ കപ്പടിച്ചതിൻ്റെ ക്ഷീണത്തിൽ അങ്ങനെ കപ്പടിച്ച അവിടെയാണെങ്കിലും നമുക്കായിരുന്നു ക്ഷീണം. അപ്പോൾ എങ്ങനെ കിടന്നുറങ്ങി ഇതേ കാലത്ത് തന്നെ എണീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനാണ് ഏറ്റവും അവസാനം എണീറ്റത്. അപ്പോൾ ഇവരെല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ ക്യാമറയും പിടിച്ചിട്ട് ഒരാളുണ്ടായിരുന്നു. അപ്പം ഞാനും ഷാഹനും കൂടി ചായ കുടിച്ചതിന് ശേഷം അപ്പം തന്നെ എല്ലാവരും പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുട്ടും പഴവും പിന്നെ കടലക്കറിയാണ്. അപ്പോൾ പഴം നന്നായിട്ട് പുഴുങ്ങിയ നല്ല ഏത്തപ്പഴം ഓർന്ന്, അപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ പുട്ടും പഴവും കൂടിയും അടിച്ച് കയറ്റി ഇട്ട് അപ്പോൾ അതൊക്കെ സൂപ്പർ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് പുട്ടും സോഫ്റ്റായിരുന്നു, അതുപോലെ തന്നെ പഴവും സോഫ്റ്റായിരുന്നു. അവൻ ആ പഴവും പുട്ടും കടലക്കറിയും കൂട്ടി ഒരു പിടുത്തം പിടിച്ച്. എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഫുഡാണ്, അൺലിമിറ്റഡ് ഫുഡായിരിക്കുള്ളൂ. ഫുഡ് കഴിച്ച് നമ്മൾക്ക് മതിയാവും. അമ്മാതിരി ഫുഡ് ഉണ്ടാക്കി തരും രണ്ടുപേരും. അപ്പോൾ നമ്മൾ ഉച്ചക്കാലത്തെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ശരിയായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചേരൻ എന്ന് പറഞ്ഞൊരു മീനാണ്. അതായത് ബ്രാലിൻ്റെ പോലെ തന്നെ വേറൊരു മീൻ, പിന്നെ കരിമീനുണ്ട് ഗൈസ്. അപ്പോൾ ഷാഹി കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ അവൻ്റെ കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഫുഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണത്തിന് സമയമായി. അപ്പം ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രസമുണ്ട്, പിന്നെ ബീഫ് കറി കുറച്ചുണ്ടായിരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്, പിന്നെ അതുപോലെ സാലഡ് കാര്യങ്ങൾ, പിന്നെ ബീട്രൂട്ട് തോരൻ വെച്ചതുണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു മക്കളെ, അച്ചാറുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കാലത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന മീനെല്ലാം നമ്മൾ കരിമീനടക്കം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ രസം എന്ന് പറഞ്ഞിട്ട് ഞാൻ രസം കൂടുതലും ചോറിൽ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാറില്ല. ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കുറച്ച് ടേസ്റ്റൊക്കെ നോക്കും. പിന്നെ ഒന്നില്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ സെപ്പറേറ്റായിട്ട് മേടിച്ചിട്ട്
ഒഴിച്ച് ഞാനിങ്ങനെ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ സദ്യക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും മേടിച്ചിട്ട് കഴിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചോറിൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ രസം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം ഉണ്ടായി, എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് രസം. രസവും തോരനൊക്കെ കൂട്ടി നമ്മൾ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് നടക്കുമെന്ന് അറിയില്ല. ഇവർ വീട്ടിലെങ്കിൽ പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ നാളെ നമുക്ക് കുറച്ച് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ഓക്കെ, ബൈ.